മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിൽ ഒരു ഗെയിം ചേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതായത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിലെ ക്വസ്റ്റ്യൻസുകൾ ഏത് ലെവലിലാണ് വരുന്നത്, അതേപോലെ ഏതൊക്കെ ടോപ്പിക്കുകളാണുള്ളത്, ഏതൊക്കെ ടോപ്പിക്കിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും മാത്സ് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ഈ ടോപ്പിക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി ആണെങ്കിലും അതേപോലെ തന്നെ ഫിസിക്സ് ആണെങ്കിലും ഏതാണ്ട് എല്ലാവരും ഒരേ പെർഫോമൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. എന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് മാത്സ് എന്ന് പറയുന്നത്. സോ മാത്സിൽ നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നു എന്നുള്ളതിനെ നിങ്ങളുടെ റിസൾട്ടിൽ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലിയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും അധികം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്ന സബ്ജക്റ്റ് ആയിരിക്കും മാത്സ്. അപ്പോൾ നമുക്ക് മാത്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ മാത്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൻ്റെ ഒരു സിലബസ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഓരോ ടോപ്പിക്കിനും രണ്ട് വീതം ക്വസ്റ്റ്യൻസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 2 മാർക്ക്, മെൻസുറേഷൻ 2 മാർക്ക്, ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് 2 മാർക്ക്, മാട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ നിന്ന് 2 മാർക്ക് ഉണ്ട്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ നിന്ന് 2 മാർക്ക്, ദെൻ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, ഡിഫറൻസിയേഷൻ അതിൽ അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ആണ് മൊഡ്യൂൾ ഉള്ളതെങ്കിലും ഡിഫറൻസിയേഷൻ അതിൽ വരുന്നുണ്ട്. അതേപോലെ ഇൻ്റഗ്രേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് അതിൽ മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇൻ്റഗ്രേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത്രയും മൊഡ്യൂൾസുകളിൽ നിന്നായിട്ട് ഇത്തരം 10 ടോപ്പിക്കിൽ നിന്നായിട്ട് 2 വീതം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് മാത്സിൽ നിന്ന് വരാൻ പോകുന്നത്. സോ മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഞാൻ ഈ ടോപ്പിക്കുകളെ 3 ക്ലാസിഫൈ ചെയ്യാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിട്ട് ഞാൻ ഇതിനെ 3 ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് ഹൈ പ്രയോറിറ്റി വരുന്ന, അതായത് മസ്റ്റായിട്ട് നിങ്ങൾ സ്കോർ ചെയ്യണം. അതായത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും മെൻസുറേഷൻ ആണെങ്കിലും മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണെങ്കിലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിലും ഇവിടെ ഒരുപാടൊന്നും പഠിക്കാനില്ല. അതായത് നിങ്ങൾ ബേസിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മീഡിയം പ്രയോറിറ്റികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ആൻഡ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് ഒരു മീഡിയം പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കാൻ വന്നത്. ഇനി ഇതിൽ ഏറ്റവും ലോ ബട്ട് ഈസി മാർക്സ് ആണ്, അതായത് ഡിഫറൻസിയേഷൻ, അതേപോലെ ഇൻ്റഗ്രേഷൻ, അതേപോലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഒക്കെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഈ 3 ടോപ്പിക്കുകൾ നമ്മൾ ഈ 3 കാറ്റഗറി എടുത്തിട്ടുണ്ടെങ്കിലും ഈ 3 കാറ്റഗറിയിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. 20 ഔട്ട് ഓഫ് 20 നേടുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സിൽ 20 ഔട്ട് ഓഫ് 20. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, കീഴടക്കുക തന്നെ വേണം ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു മാത്സിൻ്റെ ടോപ്പിക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു മാത്സ് എക്സാം ആണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോർമുല ക്ലാരിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കുറേ തിയറി പഠിച്ചത് കൊണ്ട് കാര്യമല്ല, നിങ്ങൾ ഓരോ ടോപ്പിക്കിലും വരുന്ന ഫോർമുലകൾ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതേപോലെ സ്പീഡ് പ്രാക്ടീസാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എല്ലാവർക്കും കൊണ്ട് കഴിയും, കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എടുക്കേണ്ട ടൈം ലെസ് ദാൻ 1 മിനിറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു 45 സെക്കൻഡ്സിലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് സ്പീഡാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ തിയറി പഠിച്ചതിന് ശേഷം പ്രോബ്ലം ചെയ്യുന്നു. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും അധികം ഇംപ്രൂവ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് സ്പീഡ് തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യണം, അതേപോലെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യുക. ഈ സ്പീഡ് കൂടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിൽ നമ്മൾ പ്രോബ്ലങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്പീഡ് കൂടുമ്പോൾ ആക്യുറസി കുറയും. ഓക്കെ, അപ്പോൾ ആ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്പീഡ് കൂട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2023 തന്നെ എക്സാം കണ്ടക്ട് ചെയ്ത ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു എക്സാംസിൻ്റെ പാറ്റേൺ അതേപോലെ നിലനിന്ന് പോകാനാണ് സാധ്യത. ഇപ്പോൾ കേരള PSCയുടെ മാത്തമാറ്റിക്സിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ പ്രാക്ടീസ് പ്ലസ് റിവിഷൻ പ്ലസ് സ്പീഡാണ്. അതായത് ഇത് 3 കൂടി ചേർന്ന് കഴിഞ്ഞാൽ PSC മാത്സിന് നിങ്ങൾക്ക് കീഴടക്കാം എന്നുള്ളത് തന്നെയാണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കിട്ടാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം മാത്സിൽ വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ ഇവിടെ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എക്സാമിൽ നിന്ന് ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കി വളരെ സിമ്പിളായിട്ടുള്ള 2 ഡിറ്റർമിനൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഈ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ ഇതിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ എക്സിൻ്റെ വാല്യൂ ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യൽ? ഈ ഡയഗണൽ ആയിട്ടുള്ള 2 ആൾക്കാരെ മൾട്ടിപ്ലൈ അല്ലേ, ദാറ്റ് ഈസ് 2 × 4 8 മൈനസ് ഈ ഡയഗണൽ ആയിട്ടുള്ള 2 ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക 1 × 3 3. That is equal to സിമിലർലി ഇവിടെയും അതേപോലെ തന്നെ ഡയഗണൽ ആയിട്ടുള്ള 2 ആൾക്കാരെ x × 3 മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക, 3x ആണ് മൈനസ്. then 2x into minus 1 എന്ന് പറഞ്ഞാൽ minus 2x ആണ്. ഓക്കെ, that is equal to 8 minus 3 is equal to 5 ആണ്, or 5 is equal to
3x minus 2x എന്ന് പറയുമ്പോൾ പ്ലസ് 5x എന്ന് വരും അല്ലേ, പ്ലസ് 5x എന്ന് വരും. ഓർ x will be equal to 5/5 is equal to 1. വളരെ ബേസിക് ആയിട്ട് ഇപ്പോൾ ലെസ് ദാൻ 40 സെക്കൻഡ് അല്ല, ഒരു 30 സെക്കൻഡിന് താഴെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ ഒരു 2 ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. ആ 2 ഡിറ്റർമിനന്റ് തന്നിട്ട് അതിൽ അൺനോൺ ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് വാല്യൂ ഇതിനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയി. നോക്കി എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റൻ നോക്കാന്ന് വരിക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റന് അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. r ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ ആകുന്ന സമയത്തുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഒരു സർക്കിളിൻ്റെ ഏരിയ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് πr². ഇവിടെ ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് എന്താണ്, ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് DA/DR ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. DA/DR ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ടൈം ആണെങ്കിൽ DA/DT കണ്ടുപിടിക്കണം. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആയതുകൊണ്ട് DA/DR ആണ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു pi is a constant, pi into derivative of r square with respect to r ആണ്. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 2x എന്നാണ്, nx raised to n minus 1 അല്ലേ. അതേപോലെ r സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2r എന്നാണ് വരിക, 2r. സോ DA/DR is equal to pi into 2r ആണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് at r is equal to, നോക്കണേ, at r is equal to 8 സെന്റിമീറ്റർ ആകുന്ന സമയത്ത്, at r is equal to 8 സെന്റിമീറ്റർ ആകുന്ന സമയത്ത് DA/DRന്റെ വാല്യൂ എന്ന് പറയുന്നത് DA/DR is equal to pi into 2 into 8 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പൈ ആണ് ആൻസർ വരിക. 16 പൈ. നമ്മൾ ഇതിന്റെ യൂണിറ്റ് കൂടി ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏരിയന്റെ യൂണിറ്റ് നമ്മൾ എന്തെടുക്കുകയാണ്, സെന്റിമീറ്റർ സ്ക്വയർ എടുക്കുകയാണ്. സെന്റിമീറ്റർ സ്ക്വയർ പെർ സെന്റിമീറ്റർ ആണ്. റേഡിയസിന്റെ യൂണിറ്റ് എന്താണ്, സെന്റിമീറ്റർ. സോ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെന്റിമീറ്റർ ആണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 16 പൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മാത്സിൽ വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കാൽക്കുലസിൽ വന്ന അടുത്തൊരു ചോദ്യമാണ്, the interval in which the function x square minus 2x plus 7 is increasing എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകുന്ന ഇന്റർവൽ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇത്തരം ഇന്റർവെൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബേസിക് ലോജിക് ഇത്രയേ ഉള്ളൂ. f'(x)ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇൻക്രീസിംഗ് ആയിരിക്കും. ഓക്കെ, ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻക്രീസിംഗ് ആയിരിക്കും. കുറച്ചുകൂടി സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും കേട്ടോ, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. ഈ f'(x)ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയിരിക്കും. ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആൻസേഴ്സ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ എടുക്കുകയാണ്, f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുകയാണ്. എന്താ ഇവിടെ f(x) പറഞ്ഞിരിക്കുന്നത്, f(x) is equal to x square minus 6x plus 7 ആണ് അല്ലേ. നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ, ഈ ഫംഗ്ഷന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ f'(x) is equal to x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്, മൈനസ് 6xന്റെ ഡെറിവേറ്റീവ് എന്താണ്, -6 ആണ്. ഈ f'(x) നമ്മൾ എന്തിനോട് ഇക്വേറ്റ് ചെയ്യുക, 0നോട് ഇക്വേറ്റ് ചെയ്യുക. സോ f'(x) നമ്മൾ 0നോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2x minus 6 is equal to 0 or 2x, ഈ -6 അങ്ങോട്ട് പോയാൽ 6 ആണ്, or x will be equal to 6/2 is equal to 3. എന്തിനാ വെച്ചാൽ ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷന്, അതായത് നമ്മൾ റിയൽ നമ്പേഴ്സിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എവിടെ വെച്ചിട്ടാണ് അത് ഇൻക്രീസിങ് ഡിക്രീസിങ് ആണെന്നുള്ളത് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ 3 എടുക്കുകയാണ് അല്ലേ, 3 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ്. ഈ നമ്പർ ലൈന് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ, -∞ to 3 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെലും ഉണ്ട്, അതേപോലെ 3 to ∞ എന്ന് പറയുന്ന മറ്റൊരു ഇൻ്റർവെലും ഉണ്ട്. ഇതിൽ ഏത് ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിങ്, ഏതിലാണ് ഡിക്രീസിങ് എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏറ്റവും സിമ്പിൾ ലോജിക്കാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഇൻ്റർവെല്ലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 3 to ∞ ഒരു 4 എന്നുള്ള വാല്യൂ കൊടുക്കാമെന്ന് വിചാരിക്കാം. 3 to ∞ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാനിവിടെ f'(4) ഒന്ന് കണ്ടുപിടിച്ച് നോക്കുകയാണ്. ഈ f'(4) അങ്ങനെ f'(4) കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 into 4 8 minus 6 എന്താ കിട്ടുന്നത്, 8 minus 6 2 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിനർത്ഥം ഈ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ്. 3, എന്ന് പറയുന്ന ഇൻ്റർവെൽ എന്താണ്, ഇൻക്രീസിംഗ് ആണ്. ഇനി നമുക്ക് ഇവിടെ താഴെയുള്ള ഇൻ്റർവെൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. 3ന്റെ താഴെയുള്ളത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 0 എടുത്ത് നോക്കാം. 0 കൊടുത്തു കഴിഞ്ഞാൽ f'(0) എന്താ വരുന്നത്, f'(0) എന്ന് പറഞ്ഞാൽ -6 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 0 ആണ്. ഇത് എന്ത് ഇൻ്റർവെൽ ആണ്, ഈ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഡിക്രീസിംഗ് ആയിട്ടുള്ള ഇൻ്റർവെൽ ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്,
എന്താണ്, ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഇന്റർവെൽ ആണ് അല്ലേ. അപ്പോൾ ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഇന്റർവെൽ എന്ന് പറയുന്നത് 3, എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ ഓരോ ടോപ്പിക്കും ഇൻ ഡെപ്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ കോഴ്സിൽ മാത്സ് ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ പല വീഡിയോസിലും അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു യൂണിഫോം പോസ്റ്റാണ്, പവർഫുൾ പോസ്റ്റാണ്. എന്നാൽ ഇവിടെ യാതൊരു ഫിസിക്കൽ ടെസ്റ്റോ അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡോ ഇല്ലതാനും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എക്സാമിൻ്റെ ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെവലുള്ള ഒരുപാട് ലെവലുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും ഇവിടെ എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ 2026 ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻട്രിയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ബാച്ചിൻ്റെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്കറിയാം എൻട്രിയിൽ നോർമൽ ബാച്ച് ഉണ്ടാവും, ഗോൾഡ് ബാച്ച് ഉണ്ടാവും. നോർമൽ ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. എന്നാൽ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് പ്ലസ് മെൻറ്റർഷിപ്പ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ഗോൾഡ് ബാച്ചിലൂടെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു മെൻറ്റർ ഉണ്ടാവും. ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങളുടെ ഡൗട്ടുകൾ നേരിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. റെക്കോർഡ് നോർമൽ ബാച്ചിലും അവൈലബിൾ ആയിരിക്കും. എന്നാൽ ലൈവും മെൻറ്റർഷിപ്പും വരുന്നത് ഗോൾഡ് ബാച്ചിലാണ്. അപ്പോൾ നിങ്ങൾ പിന്നിൽ നിന്ന് ഒരാൾ ഫോഴ്സ് ചെയ്യണം നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗോൾഡ് ബാച്ച് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. സോ എൻട്രിയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ബാച്ചിൻ്റെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.